ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യായാധിപന്മാർ അധ്യായം 8. ന്യായാധിപനായ ഗിദെയോന്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധ്യായത്തിൽ 34 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. എഫ്രായിംകാർ ഗിദെയോനെ നിഷ്കരുണം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം: നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദ്യാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ചോദ്യം 2. ആരാണ് ഗിദെയോനെ നിഷ്കരുണം കുറ്റപ്പെടുത്തിയത്? ഉത്തരം: എഫ്രായിംകാർ. ചോദ്യം 3. എന്ത് നിസ്സാരം എന്നാണ് ഗിദെയോൻ എഫ്രായിംകാരോട് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം. ചോദ്യം 4. എന്താണ് അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ മെച്ചം? ഉത്തരം: എഫ്രായിമിലെ കാലാപെറുക്കൽ. ചോദ്യം 5. എഫ്രായിമിലെ കാലാപെറുക്കൽ എന്തിനേക്കാൾ മെച്ചമാണ് എന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം: അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ. ചോദ്യം 6. ആരെയെല്ലാം ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നാണ് ഗിദെയോൻ എഫ്രായിംകാരോട് പറഞ്ഞത്? ഉത്തരം: മിദ്യാൻ പ്രഭുക്കന്മാരായ ഓറേബിനെയും സേബിനെയും. ചോദ്യം 7. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം എന്ന് ഗിദെയോൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: മിദ്യാൻ പ്രഭുക്കന്മാരായ ഓറേബിനെയും സേബിനെയും ദൈവം എഫ്രായിംകാരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്. ചോദ്യം 8. നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 പേരും ചെയ്തതെന്ത്? ഉത്തരം: ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു. ചോദ്യം 9. സുക്കോത്തിലെ ജനങ്ങളോട് ഗിദെയോൻ പറഞ്ഞതെന്ത്? ഉത്തരം: ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ചോദ്യം 10. താൻ ആരെ ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം: മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും. ചോദ്യം 11. ന്യായാധിപന്മാർ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന മിദ്യാൻ രാജാക്കന്മാർ ആരെല്ലാം? ഉത്തരം: സേബായും സൽമുന്നായും. ചോദ്യം 12. ആര് ആരോട് പറഞ്ഞു, ഞാൻ മിദ്യാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും ആക്രമിക്കാൻ പോവുകയാണ്? ഉത്തരം: ഗിലെയാദ് സുക്കോത്തിലെ ജനങ്ങളോട്. ചോദ്യം 13. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചതെന്ത്? ഉത്തരം: സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ചോദ്യം 14. ആര് ആരോട് ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഉത്തരം: സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട്. ചോദ്യം 15. സുക്കോത്തിലെ പ്രമാണികളോട് ഗിദെയോൻ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: സേബായെയും സൽമുന്നായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കും. ചോദ്യം 16. നിങ്ങളുടെ ദേഹം എന്തുകൊണ്ട് ചീന്തിക്കും എന്നാണ് ഗിദെയോൻ സുക്കോത്തിലെ പ്രമാണികളോട് പറഞ്ഞത്? ഉത്തരം: കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും. ചോദ്യം 17. സുക്കോത്തിൽ നിന്ന് ഗിദെയോനും അനുയായികളും പോയത് എവിടേക്ക്? ഉത്തരം: പെനുവേലിലേക്ക്. ചോദ്യം 18. പെനുവേലിലേക്ക് ഗിദെയോനും അനുയായികളും പോയത് എവിടെ നിന്ന്? ഉത്തരം: സുക്കോത്തിൽ നിന്ന്. ചോദ്യം 19. പെനുവേൽ നിവാസികളോട് ഗിദെയോൻ ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം: സുക്കോത്തുകാരോട് ആവശ്യപ്പെട്ടത് തന്നെ. ചോദ്യം 20. പെനുവേൽ നിവാസികൾ നൽകിയ മറുപടി എന്ത്? ഉത്തരം: സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി പറഞ്ഞു. ചോദ്യം 21.
പെനുവേൽ നിവാസികളോട് ഗിദെയോൻ പറഞ്ഞതെന്ത്? ഉത്തരം: വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. ചോദ്യം 22. ആര് ആരോട് പറഞ്ഞു? വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും. ഉത്തരം: ഗിദെയോൻ പെനുവേൽ നിവാസികളോട്. ചോദ്യം 23. സേബായും സൽമുന്നായും താവളമടിച്ചിരുന്നത് എവിടെ? ഉത്തരം: കാർക്കോറിൽ. ചോദ്യം 24. കാർക്കോറിൽ താവളമടിച്ചിരുന്നത് ആര്? ഉത്തരം: സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരും. ചോദ്യം 25. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ യുദ്ധം ചെയ്തവരിൽ കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? ഉത്തരം: 1,20,000. ചോദ്യം 26. ഗിദെയോൻ ഏതു വഴിയിലൂടെ ചെന്നാണ് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചത്? ഉത്തരം: നോബാഹിനും യോഗ്ബെയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന്. ചോദ്യം 27. പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ഗിദെയോൻ എന്തു ചെയ്തു? ഉത്തരം: അവരെ പിന്തുടർന്ന് പിടിച്ചു. ചോദ്യം 28. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായതിനു ശേഷം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ ഏതു വഴിയാണ് മടങ്ങിയത്? ഉത്തരം: ഹെറേസ് കയറ്റം വഴി. ചോദ്യം 29. ഹെറേസ് കയറ്റം വഴി മടങ്ങിയതാര്? ഉത്തരം: യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ. ചോദ്യം 30. ഗിദെയോൻ വഴിയിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് ആരെ? ഉത്തരം: സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ. ചോദ്യം 31. സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ ആരുടെ പേരുകളാണ് എഴുതിക്കൊടുത്തത്? ഉത്തരം: പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര്. 32. ഗിലെയാദ് സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനത്തോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ അധിക്ഷേപിച്ചില്ലേ? ചോദ്യം 33. ഗിദെയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി പാഠം പഠിപ്പിച്ചതെങ്ങനെ? ഉത്തരം: കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട്. ചോദ്യം 34. ഗിദെയോൻ പെനുവേൽ നിവാസികളോട് ചെയ്തതെന്ത്? ഉത്തരം: പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ചോദ്യം 35. സേബായോടും സൽമുന്നായോടും ഗിദെയോൻ ചോദിച്ചതെന്ത്? ഉത്തരം: താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? ചോദ്യം 36. താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്ന ചോദ്യത്തിന് സേബായും സൽമുന്നായും പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരും. അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു. ചോദ്യം 37. ന്യായാധിപന്മാർ 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഗിദെയോൻ പറയുന്നതെന്ത്? ഉത്തരം: അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. ചോദ്യം 38. എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് ആരോടാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം: തൻ്റെ ആദ്യജാതനായ യെഥറിനോട്. ചോദ്യം 39. ഗിദെയോന്റെ ആദ്യജാതന്റെ പേരെന്ത്? ഉത്തരം: യെഥർ. ചോദ്യം 40. യെഥർ വാൾ ഊരിയില്ല, കാരണമെന്ത്? ഉത്തരം: നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. ചോദ്യം 41. ആര് ആരോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക? ഒരുവൻ എങ്ങനെയാണോ അതുപോലെയാണ് അവൻ്റെ ബലവും. ഉത്തരം: സേബായും സൽമുന്നായും ഗിദെയോനോട്. ചോദ്യം 42. ആര് ഞങ്ങളെ ഭരിക്കുക എന്നാണ് ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം: നീയും നിന്റെ പുത്രനും പൗത്രനും.
ചോദ്യം 43. ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെ ആര് ഭരിക്കും എന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം: കർത്താവ്. ചോദ്യം 44. കർത്താവ് നിങ്ങളെ ഭരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഗിദെയോൻ ചോദിച്ചതെന്ത്? ഉത്തരം: കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക. ചോദ്യം 45. അവർക്ക് സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട്? ഉത്തരം: മിദ്യാൻകാർ ഇസ്മായേല്യർ ആയിരുന്നതിനാൽ. ചോദ്യം 46. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ഡലങ്ങളുടെ തൂക്കം എത്ര? ഉത്തരം: 1700 ഷെക്കൽ. ചോദ്യം 47. 1700 ഷെക്കൽ പൊൻകുണ്ഡലങ്ങൾക്ക് പുറമെ ഗിദെയോന് ലഭിച്ചത് എന്തെല്ലാം? ഉത്തരം: മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവ. ചോദ്യം 48. ഗിദെയോൻ കൊള്ളമുതൽ കൊണ്ട് നിർമ്മിച്ചതെന്ത്? ഉത്തരം: ഏഫോദ്. ചോദ്യം 49. ഗിദെയോൻ കൊള്ളമുതൽ കൊണ്ട് നിർമ്മിച്ച ഏഫോദ് സ്ഥാപിച്ചതെവിടെ? ഉത്തരം: തൻ്റെ പട്ടണമായ ഓഫ്രയിൽ. ചോദ്യം 50. ഗിദെയോൻ്റെ പട്ടണമേത്? ഉത്തരം: ഓഫ്ര. ചോദ്യം 51. ഇസ്രായേൽക്കാർ എന്തിനെ ആരാധിച്ചാണ് കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത്? ഉത്തരം: ഓഫ്രയിൽ സ്ഥാപിച്ച ഏഫോദിനെ. 52. ഗിലെയാദിനും കുടുംബത്തിനും കെണിയായി തീർന്നത് എന്ത്? ഉത്തരം: ഓഫ്രയിൽ സ്ഥാപിച്ച ഏഫോദ്. ചോദ്യം 53. ഗിദെയോൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തിയുണ്ടായി? ഉത്തരം: 40. ചോദ്യം 54. ന്യായാധിപന്മാർ 8-ാം അധ്യായം 29-ാം വാക്യം അനുസരിച്ച് മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കിയത് ആര്? ഉത്തരം: യോവാഷിൻ്റെ മകൻ ജെറുബ്ബാൽ. 55. ഗിദെയോന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഉത്തരം: അനേകം. ചോദ്യം 56. ഗിദെയോന് അനേകം ഭാര്യമാരിലായി എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 70. ചോദ്യം 57. ഗിദെയോന് ഷെക്കേമിലെ ഉപനാരിയിൽ ജനിച്ച പുത്രൻ്റെ പേരെന്ത്? ഉത്തരം: അബീമേലെക്ക്. ചോദ്യം 58. ഗിദെയോൻ വൃദ്ധനായി മരിച്ചപ്പോൾ അവനെ സംസ്കരിച്ചത് എവിടെ? ഉത്തരം: അബിയേസർ വംശജരുടെ ഓഫ്രയിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ. ചോദ്യം 59. ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത് എങ്ങനെ? ഉത്തരം: ബാൽ ദേവന്മാരെ ആരാധിച്ചു, ബാൽ ബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചോദ്യം 60. ഗിദെയോൻ്റെ മരണശേഷം ഇസ്രായേൽക്കാർ ദൈവമാക്കിയത് ആരെ? ഉത്തരം: ബാൽ ബെറീത്തിനെ. ചോദ്യം 61. ന്യായാധിപന്മാർ 8-ാം അധ്യായം 34-ാം വാക്യം അനുസരിച്ച് ഇസ്രായേൽ ജനം സ്മരിക്കാതിരുന്നത് ആരെ? ഉത്തരം: ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ. ചോദ്യം 62. ആരുടെ നന്മയാണ് ഇസ്രായേൽ മറന്നത്? ഉത്തരം: ജെറുബ്ബാൽ, ഗിദെയോൻ ചെയ്ത നന്മ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.